പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്ലെസ്സഡ് വെർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വർക്ക് ബി. ഞാൻ ആഷിൻ ജോയി. ഞാൻ കുറച്ച് മുൻപ് എനിക്കൊരാൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ഒരു ദിവ്യകാരൻ അത്ഭുതം കേരളത്തിൽ നടന്നതായിട്ട്. സംഭവം ഇതാണ്: ഒരു കുട്ടി പരിശുദ്ധ കുർബാന സ്വീകരിച്ച സമയത്ത് ആ കുട്ടിയുടെ നാവിൽ നിന്നും തിരുവോസ്തി മാംസമായിട്ട് മാറി. അപ്പം ഞാനിതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു. അവിടുത്തെ വികാരിയച്ഛനെ നേരിട്ട് വിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ഇത് നെട്ടൂറിലെ മടവന എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ എനിക്ക് ഈ കുട്ടിയുടെ അപ്പനെ തന്നെ വിളിക്കാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കുട്ടിക്ക് ഇതിനു മുൻപും 2 തവണ ഇതുപോലെ നാവിൽ പരിശുദ്ധ കുർബാന വെച്ച് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മാംസമായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് 3ാമത്തെ തവണയാണ്. 2ാമത്തെ ദിവ്യബലിയിൽ അല്ലെങ്കിൽ വേദപാഠം കുട്ടികളുടെ ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന സമയത്താണിത് സംഭവിച്ചത്. സോ എനിക്കിത് ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഒരു ദിവ്യകാരൻ അത്ഭുതം നടന്നു എന്നതിനേക്കാളും എനിക്ക് ഒരു സന്തോഷം തോന്നിയൊരു കാര്യം എന്നുള്ളത്, വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ് ഈ കത്തോലിക്ക വിശ്വാസം എന്നത് ട്രൂ ആണ്, സത്യമാണ് എന്നുള്ളത്. പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നും ആ ഈശോ ഇന്നും നമ്മുടെ ഇടയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ വസിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചിന്തകൾക്ക് അതീതമായ ഒരു സത്യമാണ്. അപ്പോൾ ലോകത്തിൽ ഏകദേശം 110-ലധികം ദിവ്യകാരണ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. 2010 ശേഷം ദിവ്യകാരണ അത്ഭുതങ്ങൾ കൂടി. 2020 ശേഷം ഒരു വർഷം തന്നെ 2-3 ദിവ്യകാരണ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. ഇതായിപ്പോൾ 2024 ഓഗസ്റ്റ് മാസത്തിലെ ദിവ്യകാരണ അത്ഭുതം നടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടുത്തെ രൂപത ഇതെല്ലാം അന്വേഷിച്ച് ഇത് സത്യമാണെന്ന് ഉറപ്പുവരുത്തും. ഇതൊരു വാർത്ത മാത്രമാണ് ഞാൻ പങ്കുവെക്കുന്നത്. അവൾ ഈ ഓഗസ്റ്റ് മാസം പ്രത്യേകിച്ച് ലത്തീൻ റീത്തിൽ തിരുവചന വായന ഈശോ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാ ആ ജീവൻ്റെ അപ്പം 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ ഇതാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ ദേവാലയങ്ങളിൽ എല്ലാ ദിവസവും സംഭവിക്കുന്നതാണ് ഈ യുക്രിസ്റ്റിക് മിറാക്കിൾ. അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ആകുന്നത് എല്ലാ ഇടവക ദേവാലയങ്ങളിലും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന രീതിയിൽ ദൈവം ഇത് കാണിച്ചു തരികയാണ്. അപ്പോൾ വിശ്വാസം കുറയുന്ന സാഹചര്യങ്ങളിലാണ് ദൈവം സാധാരണയായിട്ട് ഇത്തരം മിറാക്കിൾസ് ചെയ്യാറുള്ളത്. നമുക്ക് ആ കുട്ടിയുടെ അപ്പൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് അവള് തിരുവോസ്തി കുർബാനക്ക് കൈക്കൊള്ളുമല്ലോ. അപ്പൊ അത് കൈക്കൊള്ളിക്കൊണ്ട് ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യം കയ്യിൽ ഒരു കയ്യിൽ ഇപ്പൊ 3ാം തവണയാണ് പുള്ളിക്കാരത്തിൽ ഇതിൽ ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നത്. ഇതിനു മുമ്പ് ആദ്യത്തെ നമ്മുടെ കയ്യിൽ തിരുവോസ്തി മേടിക്കുമല്ലോ നമ്മൾ കുർബാനക്ക് സ്വീകരിക്കുന്നത്. സ്വീകരിച്ച് അടുത്ത കയ്യിലേക്ക് എടുത്ത് കഴിക്കണേന്ന് നോക്കിയപ്പോ അടുത്തടുത്ത് കൈ തിരിഞ്ഞവള് മുട്ടുകുത്താൻ വേണ്ടി നമ്മൾ മാറുമല്ലോ കുർബാന കഴിക്കൊണ്ടിട്ട്. അപ്പൊ അവിടെ കുട്ടികളുടെ കുർബാനയാണ്. അപ്പൊ അവിടെ ചെയറൊക്കെ ഇട്ടേക്കണ കാരണം നീങ്ങി നമുക്ക് മുട്ടുകുത്താൻ പറ്റില്ല. അപ്പൊ മുട്ടുകുത്തി കഴിക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് നോക്കിയപ്പോ മറ്റേ നീരയിലിരിക്കണ കയ്യിൽ നിന്ന് താഴത്തെ കയ്യിലേക്ക് ഒരു ഡ്രോപ്പ് തിരുവോസ്തിയിൽ നിന്ന് നമ്മുടെ ബ്ലഡ് ഒഴുകി അടുത്ത കയ്യിലേക്ക് വീണു. അത് ആദ്യത്തെ അത്ഭുതം അവള് കണ്ടത്. അത് എല്ലാവരും അതേപോലെ അങ്ങനെ അതെല്ലാം അത് അച്ഛനെ വിളിച്ച് കാണിച്ച് അച്ഛൻ അത് തിരിച്ചും വാങ്ങി അവിടെ എല്ലാവർക്കും ഇതേപോലെ ദർശനത്തിന് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ പിന്നത്തെ കഴിഞ്ഞ ഞായറാഴ്ച ഇതേപോലെ തന്നെ ഇത് തന്നെ കുർബാന കയ്യിൽ വാങ്ങി നാവിൽ വെച്ച് കഴിഞ്ഞപ്പോ അതും ഇങ്ങനെ ബ്ലഡും മാംസമായുള്ള രീതിയിൽ അതും ആയി വായിലെ ഒരു ഇതുപോലെ. ഇന്നിപ്പോ അത് 3ാമത്തെ ഞായറാഴ്ചയാണ്. ഇപ്പൊ 3ാമത്തെ ഞായറാഴ്ച അതേ തന്നെ ആവർത്തിക്കണേ. അപ്പൊ ഇതിപ്പം ഫോട്ടോയിലുള്ളത് ഒരു പ്ലേറ്റിലാണല്ലോ ഇത് അതിപ്പോ വെച്ചിരിക്കുന്നത്. നമുക്കത് അവളുടെ നാവിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി എടുത്ത് വെച്ച് കാണാനായിട്ടുള്ള രീതിയിൽ അങ്ങനെ വെച്ചതാണല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് അവിടെ ആദ്യ കുർബാനയായിരുന്നു? ആദ്യ കുർബാന സ്വീകരണം? ഇല്ല, ആദ്യ കുർബാന സ്വീകരണല്ലേ. ഇത് അവള് 15 വയസ്സായ കുട്ടിയാണ്. ഓക്കെ. അതിപ്പോ ഇന്ന് കാറ്റഗിസത്തിന്റെ 2 കുർബാനയുണ്ടല്ലോ. കാറ്റഗിസത്തിന്റെ കുർബാനയും മറ്റേ നമുക്ക് ഇടവ ഇതിനായിട്ട് ആദ്യത്തെ കുർബാന. 2ാമത്തെ കുർബാന കാറ്റഗിസം പിള്ളേരുടെ കുർബാനയാണ്. അതിലാണ് അവള് കുർബാന സ്വീകരിച്ചപ്പോഴാണ് ഇത് 3 തവണ അത് തന്നെയായിരുന്നു. വികാരിയച്ഛൻ പറഞ്ഞ നമ്മുടെ ഒരു ഇത് തന്നെ, എന്തെങ്കിലും അത്ഭുതങ്ങൾ നമ്മളിലൂടെ കാണിക്കാനായിരിക്കും ദൈവം എന്നുള്ള രീതിയിലാണ്. അല്ലാതെ നമുക്ക് വേറെ അതിനെ പറ്റി ഒന്നും ഇതിനു മുമ്പ് ഇങ്ങനെ ഈശോയുടെ അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നമുക്കൊരു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. നമുക്ക് ഈ ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അത്ഭുതം ഇത് നമ്മ കാണുന്നത് തന്നെ.
ഓ, അപ്പൊ ഇത് മൂന്നാമത്തെ തവണയാണ് ഇത് സംഭവിക്കുന്നത്. അതെ, മൂന്നാമത്തെ 2 തവണ നാവിൽ തന്നെ നമുക്ക് ഇത് വന്നത്. ആദ്യത്തെ 2 തവണത്തേന് നമ്മുടെ ഇവിടെ നിന്ന് ആള് വന്ന്, അതിരൂപതയിൽ നിന്ന് ആള് വന്ന് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ ഞായറാഴ്ച. ആ ഇപ്പൊ തിങ്കളാഴ്ച കൊണ്ടുപോയി കഴിഞ്ഞത്. ഇപ്പൊ ഇത് ആ ഈ ആഴ്ച ഇപ്പൊ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ എല്ലാവർക്കും കാണാനായിട്ട് 3-3:30 വരെ എത്തുന്നു പറഞ്ഞു. സോ ദിവ്യകാരുണ്യ ഈശോ ഇന്നും ജീവിക്കുന്നു നമ്മുടെ ഇടയിൽ. ആ ഈശോയ്ക്ക് കൊടുക്കേണ്ട ആദരവ് കൊടുത്തുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാം. വിവാ ക്രിസ്റ്റോറെ.